നമുക്ക് ഈ ലോകത്ത് എല്ലാവരും നമ്മളെ ഒറ്റപ്പെടുത്തിയാലും ജീവിത പങ്കാളി നമ്മുടെ ഒപ്പം ഉണ്ടെങ്കിൽ ഒരു ധൈര്യമല്ലേ നമുക്ക്? പറയ്. ഒരു പെണ്ണ് ഒരിക്കൽ എന്നോട് പറഞ്ഞൊരു കാര്യമാണ്, എൻ്റെ അമ്മ ഞാൻ ഗർഭിണിയായിരിക്കുമ്പോൾ എൻ്റെ വയറിൽ ഒരു ചവിട്ടി സണ്ണി പതറേ. ഞാൻ വേഗം ചേട്ടനെ വിളിച്ചു. ചേട്ടൻ അടുത്ത ജോലി ചെയ്യണേ. ചേട്ടാ വേഗം വരണം, എനിക്ക് ബ്ലീഡിങ് ഉണ്ടായി, എനിക്ക് ഹോസ്പിറ്റലിൽ പോകണം, അമ്മ ഒന്ന് ചവിട്ടിയതാ, വേഗം വരണം. ചേട്ടൻ ഓടിക്കതിച്ച് വന്നു. എന്താ പറ്റിയ? അമ്മോട് ഇനി വളയ്ക്കണമെന്ന് നിൽക്കണ്ട, അമ്മ എന്നൊന്ന് ചവിട്ടി. ആ ഭർത്താവ് എന്താ പറഞ്ഞതെന്നറിയോ? ആ പെണ്ണ് എന്നോട് കണ്ണീരോടെ പറഞ്ഞ കാര്യമാണ്, എൻ്റെ അമ്മ നിന്നെ ഒരു ചവിട്ടിയിട്ടുണ്ടെങ്കിൽ നീ 3 ചവിട്ടി കാണും. അതെന്തുമാത്രം വേദനയായിരുന്നു എന്നറിയോ ആ പെണ്ണിന്. അവൾ എന്നോട് പറയാ, അമ്മ ചവിട്ടിയതിനേക്കാൾ വലിയ വേദനയാണ് ഭർത്താവിൻ്റെ നാവ് കൊണ്ടുള്ള ചവിട്ട്. നാവ് കൊണ്ട് ചവിട്ടാൻ പറ്റുമോ? മിണ്ടണില്ല. പറ്റും. അമ്മ ചവിട്ടിയതിനേക്കാൾ വലിയ വേദനയായിരുന്നു, പൊട്ടിക്കളഞ്ഞിട്ടാ പറയണേ, ഭർത്താവിൻ്റെ ആ ചവിട്ട്. സഹിച്ചില്ല. അതിന് പകരം ആ ഭർത്താവ് ആ ഭാര്യയോട്, സാരമില്ലടി, അമ്മേനെ അടിക്കാനൊന്നും പറ്റില്ലല്ലോ, അമ്മയ്ക്ക് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കാടി, എനിക്കിഷ്ടം നിന്നെ, എൻ്റെ മോള് വിഷമിക്കണ്ട. നിങ്ങൾ പറയും, ആ വാക്ക് ആ പെണ്ണിൻ്റെ പകുതി വേദന കുറയ്ക്കില്ലേ? നിങ്ങൾ പറയും, കുറയ്ക്കും. ജീവിത പങ്കാളി ഒപ്പം ഉണ്ടെങ്കിൽ അത് വലിയൊരു ധൈര്യം പൊന്നുമക്കളെ. കുടുംബം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ എത്ര കടബാധ്യത, എത്ര പ്രശ്നം ഉണ്ടായിക്കോട്ടെ, കുറ്റപ്പെടുത്താത്തൊരു ഭാര്യ ഒപ്പമുണ്ടെങ്കിൽ നിങ്ങൾ മൂലമായി കുടുംബം നശിച്ച്, നിങ്ങളെ കയ്യിലിരിപ്പ, നിങ്ങളായി തെണ്ടിത്തരം മുഴുവൻ ചെയ്ത്, നിങ്ങൾ കാരണമായി കടബാധ്യത, നിങ്ങളോട് 100 തവണ പറഞ്ഞതല്ലേ, ആ വാക്കുകൾ ആ ഭർത്താവിനെ വീണ്ടും വേദനയിലേക്ക് നയിക്കും. എന്നാൽ ഒരു ജ്ഞാനിയായ ഭാര്യ, സാരമില്ല, ദൈവം നമുക്ക് തരും. എന്തിനാ വിഷമിക്കണേ? തമ്പുരാൻ തരും നമുക്ക്, ദൈവം നമ്മൾ അനുഗ്രഹിക്കും. അങ്ങനെയൊന്ന് പറഞ്ഞു നോക്കിയേ. ഈ ലോകം മുഴുവൻ ഒറ്റപ്പെടുത്തിക്കോട്ടെ, കുടുംബം കൂടെ ഉണ്ടെങ്കിൽ അത് വലിയൊരു അനുഗ്രഹം. എനിക്ക് തോന്നുന്നത് എൻ്റെ പൊന്നുമക്കളെ, ജോബ് തൻ്റെ മക്കൾ മരിച്ചുപോയി, 10 മക്കളും ഒരിക്കൽ മരിച്ചതായിട്ടുള്ള സന്ദേശം കിട്ടി, മരിച്ചതായിട്ടുള്ള റിപ്പോർട്ട് കിട്ടി, മക്കളൊക്കെ മരിച്ചു, ആടുമാടുകളൊക്കെ ചത്തുപോയി, സമ്പത്തെല്ലാം തകർന്നു. അവസാനം ജോബ് ഇതിൽ നിന്നെല്ലാം മാനസികമായിട്ട് മുക്തി നേടിക്കൊണ്ടിരുന്നു. ജോബ് പറഞ്ഞു, ദൈവം തന്നതാണ്, ദൈവം എടുത്ത്, ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ, ദൈവത്തിൻ്റെയാണ് നഷ്ടപ്പെട്ടത്, ദൈവം തന്നതാ എൻ്റെ പോയത്, എനിക്ക് പരാതിയൊന്നുമില്ല. ജോബ് അങ്ങനെയൊക്കെ ആശ്വസിച്ച് ദൈവത്തിൽ മുറുകെ പിടിച്ച് അങ്ങനെ ജീവിക്കുമ്പോൾ പിന്നീട് ജോബിൻ്റെ ദുരിതങ്ങൾ അവനെ വേട്ടയാടാൻ തുടങ്ങി. വീണ്ടും വിട്ടില്ല. എന്ത് സംഭവിച്ചു? ശരീരമാസകലം, വചനം പറയാ, അടി മുതൽ മുടി വരെ ജോബിൻ്റെ ശരീരത്തിൽ വ്രണങ്ങളുണ്ടായി. അടി മുതൽ മുടി വരെ എന്ന് വെച്ചാൽ കാൽപാദത്തിൻ്റെ അടിഭാഗം മുതൽ ഈ തലമുടി വരെ, അടി മുതൽ മുടി വരെ വ്രണങ്ങളാൽ നിറഞ്ഞ ജോബ് ഓടിൻ്റെ കഷ്ണമെടുത്ത്, ഓട്ടുമുറി അറിയോ? ഓടിൻ്റെ കഷ്ണമെടുത്ത്, ഓട്ട് കഷ്ണം കൊണ്ട്, അങ്ങനെയാ വചനം എഴുതിയിരിക്കുന്നത്, ഓട്ടുമുറി കൊണ്ട് ജോബ് ശരീരത്തിൽ ഇങ്ങനെ ചുരണ്ടുക. അത്രമാത്രം ചൊറിച്ചിലും അസഹനീയമായ വേദനയും വ്രണങ്ങളുമായിട്ടുള്ള ഒരവസ്ഥയിൽ ജോബ് ഇങ്ങനെ ചുരണ്ടിക്കൊണ്ടിരിക്കുമ്പോൾ, പ്രിയ മക്കളെ, ജോബിൻ്റെ ഒപ്പം നിന്ന ഭാര്യ, ഏക ശരീരമായി തീരാൻ വിളിക്കപ്പെട്ടവള്, ആശ്വസിപ്പിക്കാനുള്ളവള്, എൻ്റെ അസ്ഥിയുടെ അസ്ഥി, എൻ്റെ മാംസത്തിൻ്റെ മാംസം എന്ന് പണ്ട് വചനത്തിൽ കേട്ടിട്ടില്ലേ? അതുപോലെ കൂടെ നിൽക്കേണ്ട പെണ്ണ്. ജോബിൻ്റെ കുറ്റം കൊണ്ടൊന്നല്ല ഈ തകർച്ചയുണ്ടായ, ജോബിൻ്റെ കയ്യിലിരിപ്പ് കൊണ്ടൊന്നല്ല ഈ പ്രശ്നങ്ങളുണ്ടായ. ആണോ പ്രിയ മക്കളെ? ജോബ് ദൈവഭക്തനായിരുന്നു. ദൈവം ജോബിനെ കുറിച്ച് എന്താ പറഞ്ഞെന്നറിയോ? പിശാചിനോട് ചോദിച്ച ചോദ്യ, സാത്താനെ, നീ ഭൂമി മുഴുവൻ കറങ്ങിയിട്ടല്ല വരണേ, എൻ്റെ മകൻ ജോബിനെ കണ്ടാ നീ? അവനെ പോലെ നിഷ്കളങ്കനായിട്ട് ഒരുവനെ കണ്ടിട്ടുണ്ടോ നീ?
ഇത്രമാത്രം ജോബിൽ അഭിമാനിച്ചിരുന്നു ദൈവം. ഇത്രയും നല്ല ജീവിതത്തിനുടമയായ ജോബ്, പ്രിയ ദൈവമക്കളെ, തെറ്റ് ചെയ്തിട്ടല്ല, പാപത്തിൻ്റെ ശിക്ഷയല്ല. പക്ഷെ ജോബിൻ്റെ ജീവിതത്തിൽ ദുരിതങ്ങൾ വന്നു. ശരീരം മുഴുവൻ വ്രണങ്ങളാൽ നിറഞ്ഞപ്പോൾ ഓട്ടുകഷ്ണം കൊണ്ടിങ്ങനെ ചുരണ്ടിക്കൊണ്ടിരിക്കുക, മാന്തിക്കൊണ്ടിരിക്കുക. ആ സമയത്ത് കൂടെ നിൽക്കേണ്ട പെണ്ണ്, കൂടെ നിൽക്കേണ്ട സഹധർമ്മിണി, അസ്ഥിയുടെ അസ്ഥി, മാംസത്തിൻ്റെ മാംസം എന്താ പറഞ്ഞ ജോബിനോട്? ദൈവത്തെ പഴിച്ചിട്ട് പോയി മരിക്കുക എന്ന് വെച്ചാൽ നമുക്ക് തന്നെ മരിക്കാൻ പറ്റുമോ? പോയി പോയി ചത്തൂടെ. നമ്മൾ പറയാറുണ്ട് ചിലർ കേട്ടോ, ചത്തൂടെ നിനക്ക്. ചില ഭർത്താക്കന്മാർ ഭാര്യയോട് പറയുന്ന വാചകം, നിനക്ക് പോയി ചത്തൂടെ, എനിക്ക് സമാധാനം കിട്ടിയാണ്. നാളൊരു സ്ത്രീ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സന്നിപതരെ, നാവെടുത്ത ആ മനുഷ്യൻ പറയാ, നിനക്ക് പോയി ചത്തൂടെ, എൻ്റെ ജീവിതം ഒന്ന് രക്ഷപ്പെടട്ടെ, ഞാൻ മരിക്കാൻ പോവാ സന്നിപതരെ. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നു പെങ്ങളെ, നീ മരിച്ചാൽ നിന്റെ ദൈവത്തിന് നഷ്ടമാകും. കാരണം തൻ്റെ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയതാണ് നിന്നെ. ജീവൻ്റെ വിടുതൽ വില വളരെ വലുതാണ്. സങ്കീർത്തനം 49:7-8 വചനം. ആർക്കും അത് കൊടുത്തു തീർക്കാൻ പറ്റില്ല. ജോബിൻ്റെ ജീവിതത്തിൽ എനിക്ക് തോന്നുന്ന പ്രിയ മക്കളെ, എല്ലാ തകർച്ചേനെയും ജോബ് അതിജീവിച്ചു. പക്ഷേ ഇവളുടെ ഈ വാക്ക് കേട്ടപ്പോൾ, സഹധർമ്മിണിയുടെ വാക്ക് കേട്ടപ്പോൾ, ഒപ്പം നിൽക്കേണ്ട പങ്കാളി എന്താ പറഞ്ഞ്? ദൈവത്തെ പഴിച്ചിട്ട് പോയി പോയി ചാവ്. മരിക്കാൻ പറഞ്ഞ ആത്മഹത്യ പോയി, അല്ലാണ്ട് എങ്ങനെ മരിക്കാം? ഭോഷത്വം പറയുന്നു, നീ വിഡ്ഢിത്തം പറയാ. ദൈവകരങ്ങളിൽ നിന്ന് നന്മ സ്വീകരിക്കാമെങ്കിൽ ഈ ഒരു തകർച്ച സ്വീകരിച്ചുകൂടെ? നമ്മളെന്താ കരുതിയ? ജീവിതകാലം മുഴുവൻ എപ്പോഴും വലിയ ആനന്ദം മാത്രം, നന്മകൾ മാത്രം, എപ്പോഴും നമ്മുടെ കാര്യങ്ങൾ നടന്നു കിട്ടും എന്ന് മാത്രം ചിന്തിക്കരുത്. അങ്ങനെ വരുന്ന വ്യക്തികളാ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന. 99 നന്മകൾ ദൈവം തന്നു, ഒരു കാര്യം ദൈവം ചെയ്തു തന്നില്ലെങ്കിൽ നമ്മുടെ മനസ്സ് ഏതിലാ ഉടക്കി കിടക്കുക? ആ ചെയ്തു തരാത്ത കാര്യത്തിൽ 99 കാര്യങ്ങൾ ദൈവം ചെയ്തു തന്നു. നിങ്ങൾ ഇത്ര തന്നെ ഓർത്ത്, എത്രയോ പേര് നമ്മുടെ പ്രായത്തിലുള്ളവർ ഇപ്പോൾ കിടപ്പ് രോഗിയായിട്ട് എഴുന്നേൽക്കാൻ പറ്റാതെ ICUയിലും അതുപോലെ വീടുകളിൽ ശ്വാസം വലിച്ച് കിടക്കുന്നുണ്ടെന്നുള്ളത് സത്യമാണോ? പറയും. നമുക്ക് വല്ലതുണ്ടോ പ്രിയ മക്കൾ? നമ്മളിവിടെ എത്തിയില്ലേ? 99 നന്മകൾ ദൈവം ചെയ്തു തന്നു. ഒരു കാര്യം ദൈവം ചെയ്തു തന്നില്ല. ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെന്ന്. ആ ഒരൊറ്റ കാര്യം നമ്മുടെ ജീവിതത്തിൽ നിരാശ. എൻ്റെ ജീവിതത്തിൽ വളരെയേറെ ടച്ച് ചെയ്തൊരു അനുഭവം. ഞാനിതെല്ലാ ക്ലാസ്സിലും പറയാറുള്ളതാണ്. ഇന്നാൾ ഞാൻ തൃശ്ശൂർ ഗാകുൽത്ത ധ്യാന മന്ദിരത്തിൽ ഞാൻ അവിടെ പ്രസംഗിക്കുന്നു. എല്ലാ ധ്യാനത്തിനും, താമസ ധ്യാനത്തിന്. ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ എനിക്കൊരു ഫോൺ കോൾ വന്നു, സന്നിപതരെ ഒന്ന് വീട്ടിലേക്ക് വരുമോ? ഞാൻ പോകുന്ന വഴി തന്നെയാണ് വീട്. ഞാൻ വണ്ടി ആ വീടിൻ്റെ അവിടത്തേക്ക് തിരിച്ചു, ആ വഴിയിലേക്ക്. അവിടെ ചെന്നപ്പോൾ എൻ്റെ യൂട്യൂബിലെ വീഡിയോ ഒക്കെ സ്ഥിരം കാണുന്ന കുടുംബമാണ്. അങ്ങനെ നമ്പർ കിട്ടിയത്. അമ്മ, അപ്പൻ, ഒരു മകള്. മകളുടെ കല്യാണം കഴിഞ്ഞു, 8 വയസ്സുള്ളൊരു കുട്ടിയുണ്ട്. അവിടെ ചെന്നപ്പോൾ ആ അമ്മ പറയാണ്, സന്നിപതരെ, എനിക്ക് തൊണ്ടയിൽ ക്യാൻസറാ, വെള്ളം ഇറക്കാൻ പാടാ. ആ കല്യാണം കഴിഞ്ഞ മകളില്ലേ, 8 വയസ്സുള്ള കുട്ടിയുള്ള മകള്, ആ മകൾക്ക് ലങ്സിന് ക്യാൻസർ. ആ മകളുടെ ഒരു മോൻ, 8 വയസ്സുള്ള ഒറ്റ മോൻ, ആ മോൻ ഓട്ടിസം ബാധിച്ച കുട്ടി. നിങ്ങൾ പറയും. അമ്മ തൊണ്ടയിലെ ക്യാൻസർ, മകള് ലങ്സിന് ക്യാൻസർ, മകളുടെ മകൻ ഓട്ടിസം. നമുക്ക് അങ്ങനെയുണ്ടാ? മിണ്ടില്ല. ഉള്ളത് കൊണ്ട് സന്തോഷിക്കണം കേട്ടോ. ഉള്ളത് കൊണ്ട് സന്തോഷിക്കണം. നമ്മുടെ ആശ്രയം എവിടെയാണോ അവിടെ നിന്ന് ദൈവം നമ്മുടെ പിടി വിടുവിക്കും. മക്കളിൽ ആശ്രയം വെക്കുന്ന അമ്മയപ്പനും, ഞാനും മക്കളുള്ളൊരപ്പന, മക്കളിൽ ആശ്രയം വെക്കണ്ട. മക്കളിലൂടെ നീ വേദനിക്കേണ്ടി വരും. ആ പിടി വിടുവിക്കും ദൈവം.
നിന്റെ ബിസിനസ്സിലോ നിന്റെ സമ്പത്തിലോ നിന്റെ NRI അക്കൗണ്ടിലോ നിന്റെ കുടുംബ മഹിമയിലോ ഒന്നും നീ ആശ്രയം വെക്കണ്ട. അതൊന്നും പോകാൻ അധികം നേരം വേണ്ട. അതെല്ലാം നിന്നെ വിട്ടുപോകും. എനിക്കറിയാം കോടീശ്വരന്മാര് തകർന്ന് തരിപ്പണമായവര് എൻ്റെ അടുക്കൽ സംസാരിച്ചിട്ടുണ്ട്. പ്രിയമക്കളെ, സമ്പത്ത് കൊണ്ടല്ല മനുഷ്യ ജീവിതം ധന്യമാകുന്നത്. നീ ഇല്ലാത്തവനെ നിന്ദിക്കരുത്. ഇതെല്ലാം വിട്ടുപോകാൻ അധികം സമയമൊന്നും വേണ്ട കേട്ടോ. സ്വരത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ദൈവമേ നന്ദി, ഹല്ലേലൂയ. സ്വരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, അഭിഷേകം ചെയ്യണമേ, കൃപ ചൊരിയണമേ. ഹല്ലേലൂയ. നീ ദൈവത്തെ വിട്ടിട്ട് പോയി മരിക്കാൻ പറഞ്ഞപ്പോൾ ജോബ് പറഞ്ഞു, സ്വന്തം ഭാര്യ പോലും തള്ളി പറഞ്ഞപ്പോൾ സ്വന്തം ഭാര്യ പോലും പോയി ആത്മഹത്യ ചെയ്യും മനുഷ്യൻ. നാണല്ലേ ദൈവം എന്നും പറഞ്ഞ് നടക്കാനായിട്ട്? പ്രിയ മക്കളെ, ദൈവിക കാര്യങ്ങളിൽ ഒരു സംഗതി വിശ്വസിച്ചോ, ഒരുവന്റെ കുടുംബത്തിൽ നിന്നുള്ളവൻ തന്നെയായിരിക്കും അവൻ്റെ ശത്രു. ശരിയല്ലേ? ഇപ്പം നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെ ഇപ്പം ഈ സ്ത്രീകൾ ഇവിടെ ധ്യാനിക്കാൻ വന്നിരിക്കുന്നു. ഭർത്താക്കന്മാർക്ക് എല്ലാവർക്കും ഇഷ്ടമൊന്നുമില്ലല്ലോ, വേണ്ടില്ല. അവൾ തേങ്ങയ്ക്ക് പോവാ, നീ ആദ്യം നന്നാവടി, എന്നിട്ട് പോയി നീ പ്രാർത്ഥനയ്ക്ക് പോ. പറഞ്ഞിട്ടില്ലേ? ഇല്ല, പറഞ്ഞിട്ടുണ്ടെന്ന്. നിങ്ങളാദ്യം നന്നാവ്. നാളൊരു വീട്ടിൽ ചെന്നപ്പോൾ ഭാര്യയും ഭർത്താവും ഗംഭീര കലഹം. എന്നിട്ട് ആ ഭാര്യ എന്നോട് പറഞ്ഞൊരു സംഗതി ഇതാ, എൻ്റെ ബ്രദറെ, എനിക്കൊന്നും വേണ്ട, ഈ മനുഷ്യൻ ഒരു സമ്പാദ്യം സമ്പാദിക്കേണ്ട, വെറുതെ വീട്ടിലിരുന്നാൽ മതി, പക്ഷെ ഇയാൾ പ്രാർത്ഥനയ്ക്ക് പോകരുത്. എന്ത് തെറ്റുണ്ടായി പ്രാർത്ഥനയ്ക്ക് പോയിട്ട്? ഇയാൾ പ്രാർത്ഥനയ്ക്ക് പോകരുത്, എനിക്ക് വേറെ ഒന്നും വേണ്ട. പിശാചിന് കുരിശ് കണ്ട പോലെയാ ആ പെണ്ണ് പ്രാർത്ഥനയ്ക്ക് പോവാന്ന്. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്ന് മങ്ങളെ, പ്രാർത്ഥനയും വേണ്ട, പള്ളിയും വേണ്ട, വചനം വേണ്ട, ധ്യാനം വേണ്ട, 24 മണിക്കൂറും കള്ള് കുടിച്ച് കഞ്ചാവും വലിച്ച് കണ്ണി കണ്ട ബ്രൗൺ ഷുഗറും ആവശ്യമില്ലാത്ത ഡ്രഗ്സൊക്കെ യൂസ് ചെയ്ത് റോഡിൽ കിടക്കുന്ന ഒരു ഭർത്താവിനെ മതിയോ പ്രാർത്ഥനയ്ക്ക് പോകാണ്ട്?